അങ്ങനെ നമ്മുടെ സ്കൂളിലത്തെ ഓണം സെലിബ്രേഷനാണ് ഇന്നത്തെ വിശേഷം. രാവിലെ സ്കൂളിലെത്തി. നമുക്കൊരു ചാലഞ്ച് ഉണ്ട്, ഒരു മെഗാ പൂക്കളം. അപ്പോൾ നമ്മൾ മെഗാ പൂക്കളം റെഡിയാക്കുകയാണ്. അതിൽ ഓരോ കളറും അതുപോലെ ഓരോ പൂക്കളും ഒക്കെ നിറയ്ക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഓരോ ക്ലാസ്സുകാരാണ്. നമ്മളുടെ LKG തുടങ്ങി 10th വരെയുള്ള കുട്ടികളാണ്. പിന്നെ ടീച്ചേഴ്സും അങ്ങനെ എല്ലാവരും, നാനിമാരും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ഒരു വലിയ പൂക്കളം ഇട്ട് കഴിഞ്ഞു. കുട്ടികളൊക്കെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഓണം വെയറാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് മഴയൊക്കെ മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും റെഡിയാണ്. ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം നല്ല ക്വാളിറ്റി ടൈം തന്നെ വേണം പറയാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങൾ. വളരെ സന്തോഷം. എല്ലാവരും നല്ല ഹാപ്പിയിലായിരുന്നു. അതുപോലെ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മുടെ ഈ പൂക്കളൊക്കെ ഇട്ടത്. കുറേ പൂക്കളുണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇതുപോലെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വിരിച്ചിടുകയാണ്. ഓരോ ക്ലാസ്സിലെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇതൊക്കെ നന്നാക്കി, പൂക്കളൊക്കെ നന്നാക്കി അതിനെ നമ്മൾ ഏട്രിയത്തിൽ കൊണ്ടുവച്ച് എന്നിട്ടാണ് നമ്മൾ ഈ പൂക്കളം സെറ്റ് ചെയ്തത്. ഇത് നമ്മുടെ ഒരു കുഞ്ഞു മാവേലിയാണ്. ക്ലാസ്സിലൊക്കെ നല്ല വൈബാണ്. കുട്ടികൾ ക്ലാസ്സിലും കൂടെ ഒരു പൂക്കളം ഇട്ടു. അത് അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ ആങ്കറിങ്ങിൻ്റെ 2 കുട്ടികളാണ്. ഒന്ന് നമ്മുടെ ഋത്വിക്കും അതുപോലെ തന്നെ ശ്രീനന്ദയുമാണ്. അവരാണ് ഇന്നത്തെ പരിപാടി ഹോസ്റ്റ് ചെയ്യണത്. കുട്ടികളോടൊപ്പം ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഓണപ്പാട്ടിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു. കുട്ടികൾ നല്ല അടിച്ച് പൊളിയാണ്. നമ്മുടെ സോഫ്റ്റ് ബോർഡിൽ പാട്ടൊക്കെ വെച്ച് അവർ ഡാൻസും പാട്ടും അങ്ങനെ നല്ല അടിപൊളി വൈബാണ്. കൂടെ ടീച്ചറും കൂടിയിട്ടുണ്ട്. ക്ലാസ് ടീച്ചേഴ്സും എല്ലാവരും ഡാൻസിലാണ്. ഞങ്ങളൊന്നും വെറുതെ നിന്നില്ല. 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നു. അതിനുശേഷം നമ്മുടെ മാവേലി റെഡിയാണ്. അതുപോലെ 2 ട്വിൻ ബേർഡ്സ് വന്നിട്ടുണ്ട്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും 2 പേര് എപ്പോഴും സെയിം ആയിരിക്കും. അതുപോലെ ഇന്നത്തെ സെയിം ഇവരാണ്. അപ്പോൾ അവരെ പതുക്കെ ഒരു ട്രോളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ സെഷനൊക്കെ നടത്തി. ഫോട്ടോ സെഷനൊക്കെ ശേഷം എല്ലാ ടീച്ചേഴ്സും കൂടി നമ്മളുടെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് വരുന്ന ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഡാൻസോട് കൂടിയിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ കുമ്മാട്ടിയും അതുപോലെ തന്നെ തെയ്യവും എല്ലാം റെഡിയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളിതാ മാവേലിയെ വരവേൽക്കുകയാണ്. പുലിക്കളിയും മലയാളി മംഗമാരും വാമനനും അതുപോലെ തന്നെ കുമ്മാട്ടിയും പിന്നെ ചെണ്ടകൊട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മെയിൻ സ്റ്റേജാണ്. ഇവിടെയാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മാമും സാറും പ്രോഗ്രാമൊക്കെ ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഓരോ പ്രോഗ്രാമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ നല്ല ഡാൻസാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിക്കണു. ഇത് നമ്മുടെ വഞ്ചിപ്പാട്ടിൻ്റെ ടീമാണ്. നല്ല ലേറ്റായിട്ടാണെങ്കിലും നല്ല അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിച്ചു. കുട്ടികളെല്ലാം നേരത്തെ കഴിച്ചു. അതിപ്പോൾ ടീച്ചേഴ്സും ബാക്കി സ്റ്റാഫുകളും എല്ലാവരും കൂടി ഇരുന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. നല്ല അടിപൊളി പായസമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ പൂക്കളത്തിൻ്റെ അടുത്തിരുന്നൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തോണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. നമ്മുടെ ഐഷക്കുട്ടിയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഖത്തറിലേക്ക് പോവാണ് അവർ. അപ്പോൾ ഐഷേനെ ഇനി ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ നമ്മുടെ ക്യൂട്ടീസ് അങ്ങനെ എല്ലാവരുടെയും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഓണമായിരുന്നു. അപ്പോൾ ഓണത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് വെക്കേഷനാണ്. കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് പോയി വെക്കേഷൻ കഴിഞ്ഞ്. ടീച്ചേഴ്സ് ഞങ്ങൾക്ക് 29th കൂടെ ഉണ്ട്. ഇനി ഒരു ദിവസം വർക്കിംഗ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മളും ഫ്രീ ആണ്. ഒരു 10 day ഹോളിഡേയ്സ്. ഇതാണ് നമ്മളുടെ പൂക്കളം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ആൻഡ് അടിപൊളി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.